ശേഷം എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റിനായിരുന്നു. നമ്മൾ 2025 അങ്ങനെ നമ്മളെ വിട്ടകലാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം. 2025 എനിക്ക് വളരെ ദുഃഖമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് കഴിഞ്ഞ ഫെബ്രുവരി 13 നമ്മളെ വിട്ട് പിരിഞ്ഞ്. അതുപോലെ തന്നെ എൻ്റെ വലിയമ്മയുടെ മകൻ ഏതാനും ഒരു മാസം ആകുന്നതേ ഉള്ളൂ നമ്മളെ വിട്ടകന്ന്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ ബന്ധത്തിലൊരു ഒരു കൊച്ചു കുട്ടിയായിരുന്നു. അവളുടെ ഹസ്ബൻഡും ഇതുപോലെ നമ്മളെ വിട്ട് അവരെ വിട്ടകന്ന്. അതൊക്കെ നമ്മളെ ബന്ധുക്കളായിരുന്നു. അങ്ങനെ കുറച്ച് സന്തോഷങ്ങളും കുറച്ച് ദുഃഖവും ഒക്കെ ആയിട്ട് ഒരു വർഷം അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു വയസ്സ് കൂടി, ഒരു വർഷം പോകുമ്പോൾ നമുക്കൊരു വയസ്സ് കൂടെയാണ്. ഇനി 2026 നമ്മൾ നേരം പുലർന്ന് കണി കാണുന്നത്. നല്ലൊരു വർഷം ആവട്ടെ, ആർക്കും ഒരു ആപത്തൊന്നും ഇല്ലാതിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു ആപത്തും ആർക്കും കൊടുക്കേണ്ട, സന്തോഷവും സമാധാനം നിറഞ്ഞ വർഷമാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കരുതാം. എങ്കിലും എല്ലാവരും പുതുവർഷത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ഞാനും അതുപോലെ തന്നെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി 2025 അവസാനത്തെ ഗുഡ് നൈറ്റ് നേർന്നു കൊള്ളുന്നു. ഞാനും ഉറങ്ങാൻ പോവുകയാണ്. നേരം വെളുക്കുമ്പോൾ നമുക്ക് പുതുവർഷത്തെ വരവേൽക്കുന്നുണ്ട്.